നമുക്കിന്ന് ചക്ക റോസ്റ്റ് കണ്ടാലോ? അതിന് വേണ്ടി ഞാനൊരു ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുത്തു. ഓയിൽ നന്നായി ചൂടായതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ചക്ക എടുക്കുമ്പോൾ വിളഞ്ഞ ചക്ക ഉപയോഗിക്കത്തില്ല. നമ്മൾ ഈ ഒരു പരുവത്തിനുള്ള ചക്ക മാത്രമേ ഇതിലേക്ക് ഉപയോഗിക്കത്തുള്ളൂ. ചക്ക ആഡ് ചെയ്തതിന് ശേഷം അതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. ഈ ഒരു പരുവത്തിന്, ഈ ഒരു കളർ ബ്രൗൺ ഒക്കെ ആവുന്ന ഒരു ടൈമിൽ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാവുന്നതാണ്. അതിനുശേഷം ഈ ചൂടായിരിക്കുന്ന എണ്ണയിലേക്ക് നമ്മൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഇട്ടതിന് ശേഷം നമ്മൾ ഗ്രാമ്പു, പട്ട, ഏലക്ക ഇത് മൂന്നും 1-2 പീസ് മതി, അത് കൂടുതൽ വേണ്ട. അതുകൂടി ഈ ഒരു ടൈമിൽ ഈ ഒരു എണ്ണയിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉള്ളി, ഞാൻ സവാള ഇവിടെ ഒരു വലിയൊരു സവാള 3 സവാളയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ആവശ്യത്തിനുള്ള സവാള കൂടി അരിഞ്ഞ് ഈ ഒരു ടൈമിൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പൂടെ കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതൊന്ന് ബ്രൗൺ കളറ് ആവുന്ന ആ ഒരു ടൈമിൽ നമ്മൾക്ക് ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് മൂന്നും കൂടി ചതച്ച് വെച്ചിരിക്കുന്നത് കൂടി ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങളുടെ കയ്യിൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ ഒരു പേസ്റ്റാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടൈമിലേക്ക് ആവശ്യത്തിനുള്ള പേസ്റ്റോടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ആ ഒരു സ്മെല്ല് മാറിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള മസാല ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, 1 സ്പൂൺ ചിക്കൻ മസാല, അതുപോലെ തന്നെ കുരുമുളകാണ് ഇതിൻ്റെ അകത്തിലെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ കുരുമുളക് എന്തായാലും ആഡ് ചെയ്ത് കൊടുക്കുക. കുരുമുളക് കൂടെ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി ആ ഒരു മസാലയുടെ ഒരു പച്ച മണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അതിന് ശേഷം ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന തക്കാളി കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് തക്കാളിയുടെ പേസ്റ്റ് ആയിട്ടാണെങ്കിലും ഉപയോഗിച്ചാൽ മതി. ഞാനിവിടെ ചോപ്പ് ചെയ്ത തക്കാളിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് ശേഷം അത് നന്നായിട്ട് അടച്ച് വെച്ച് നന്നായിട്ട് ആ തക്കാളി ഒന്ന് വേവിച്ചെടുക്കുക. തക്കാളി നന്നായി വെന്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ചക്ക കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഞാൻ നന്നായിട്ട് ചൂടാക്കിയ വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കൊരു ഗ്രേവി ആയിട്ടോ അല്ലെങ്കിൽ ഒരു റോസ്റ്റായിട്ടോ ആണ് വേണ്ടതെങ്കിൽ ആ വെള്ളം ആഡ് ചെയ്ത് കൊടുത്ത് എടുക്കാവുന്നതാണ്. അതല്ല നിങ്ങൾക്ക് ഡ്രൈ ആയിട്ടുള്ളതാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചുടുവെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് പഞ്ചസാര, ഒരു നുള്ളു പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ആ ഒരു അതിൻ്റെ സ്പൈസസൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് ഒന്ന് ചെയ്യാൻ വേണ്ടിയാണ്. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം ആവശ്യത്തിന് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് നിങ്ങൾക്ക് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. നന്നായിട്ട് അടച്ച് വെച്ച് ഇച്ചിരി ടൈം എടുക്കും. ചക്ക വേവുന്ന ആ ഒരു ടൈം എടുക്കും. ഓരോ ചക്കയ്ക്ക് ഓരോ ടൈം ആയിരിക്കും. എന്നിട്ട് നന്നായിട്ട് വേവിച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് ചപ്പാത്തിക്കും ചോറിനും പൊറോട്ടയ്ക്കും എല്ലാം നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക.